Hi Makale, yes, welcome to Eduport. അപ്പോൾ നമ്മൾ കെമിസ്ട്രി പ്രാക്ടിക്കൽസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലേ? ആ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കെമിസ്ട്രി പ്രാക്ടിക്കൽസിന് എന്തെല്ലാം എക്സ്പെരിമെന്റ്സ് നമ്മൾ ചെയ്യണം? ഓക്കെ, ആ ഏതൊക്കെ എക്സ്പെരിമെന്റ്സ് ആണ് നമ്മൾ എന്തൊക്കെയാണ് റെക്കോർഡിൽ എഴുതേണ്ടത്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രി പ്രാക്ടിക്കൽസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, പ്ലസ് എക്സാമിന് എത്ര മാർക്കൊക്കെ ആയിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും ആ ഒരു 40 മാർക്സ് ആണ് നമുക്ക് അറിയുന്നതാണ്. അത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ്. റെക്കോർഡ് എങ്ങനെ എഴുതണം എന്നുള്ളതും, അതേപോലെ ഈ സാൾട്ടിന്റെ സ്കീം എങ്ങനെ എഴുതണം, അതേപോലെ അസിഡിമെട്രിന്റെ കാൽക്കുലേഷൻ എങ്ങനെയൊക്കെയാണ്, സോൾട്ടിന്റെ ആ ഒരു പ്രൊസീജിയർ എങ്ങനെയൊക്കെ ചെയ്യണം, സോൾട്ടിലെ ട്രിക്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എല്ലാം കൂടെ ഒന്നിൽ പറഞ്ഞിട്ട് എന്താക്കുന്നില്ല, ഒന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് ആക്കുന്നില്ല, ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്റ്റേ ട്യൂൺഡ് വെയിറ്റ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട പരിപാടി, മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഒക്കെ എത്തിച്ചു കൊടുക്കുക, എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. നമ്മൾ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട, പ്ലസ് ടു ലാബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തരുന്നുണ്ടല്ലോ. അപ്പം നിങ്ങളെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതപ്പോൾ പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ, എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്, യു ആർ സാറ്റിസ്ഫൈഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കേൾക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ട് ഒരു കമന്റ്, സാറേ അടിപൊളിയാണ്, സെറ്റാണ്, മനസ്സിലാവുന്നുണ്ട്, ഓക്കെ, അപ്പൊ ഇനിയും കൂടുതൽ കാര്യങ്ങൾ വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. സോ ഓരോ കാണുന്ന വിദ്യാർത്ഥിയും കമന്റ് ബോക്സ് കൃത്യമായിട്ട് യൂസ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ കൂടുതൽ പറയുന്നില്ല, കെമിസ്ട്രി പ്രാക്ടിക്കൽസ് നമ്മൾ എന്തൊക്കെ ചെയ്യണം? പ്രധാനമായിട്ട് നമുക്ക് രണ്ട് രൂപത്തിൽ പറയാം. കെമിസ്ട്രിയിൽ എക്സ്പെരിമെന്റ്സ് രണ്ട് രൂപത്തിലാണ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ക്വാളിറ്റേറ്റീവ് അനാലിസിസും. ഇതെന്താ വ്യത്യാസം? ക്വാണ്ടിറ്റി, അളവ് അല്ലെ. അപ്പൊ ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിന്റെ, ഒരു സൊല്യൂഷന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള എമൗണ്ട് കണ്ടുപിടിക്കുന്നതാണ് എന്ത്, ക്വാണ്ടിറ്റേറ്റീവ്. കോൺസെൻട്രേഷൻ അറിയാത്ത ആസിഡിന്റെ, കോൺസെൻട്രേഷൻ അറിയാത്ത ബേസിന്റെ, നമ്മളെ ഫെറസ് സൾഫേറ്റിന്റെ, മോർ സാൾട്ടിന്റെ, ഓക്സാലിക് ആസിഡിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ അറിയില്ല. അപ്പൊ അവരെ കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, വോളിയൊക്കെ വെച്ചിട്ട് കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് എന്ത്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, സിംപ്ലി വോളുമെട്രിക് അനാലിസിസ്. അതാണ് നമ്മൾ ചെയ്യുന്നത്, ടൈട്രേഷൻ എന്ന് പറയും. ഇനി ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു സാൾട്ട് വരും, സാൾട്ടിൽ കാറ്റോണും ആനോണും ഉണ്ടല്ലോ, അതേതാണെന്ന് കണ്ടുപിടിക്കുക, അതിനാണ് എന്ത് വിളിക്കുക, ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. സോ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ആനിയോണിന്റെ, ഒരു കാറ്റോണിന്റെ, ഒരു സബ്സ്റ്റൻസിന്റെ പ്രസൻസിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവോ, അവിടെ കൃത്യമായിട്ട് എത്രത്തോളം സൊല്യൂഷൻ ഉണ്ട്, ആ സൊല്യൂട്ടിന്റെ എമൗണ്ടാണ് മനസ്സിലാക്കുന്നത്. എമൗണ്ട് മനസ്സിലാക്കുന്നത് എന്തായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ആ ഒരു പ്രസൻസ് മനസ്സിലാക്കുന്നത് എന്തായിരിക്കും, ക്വാളിറ്റേറ്റീവ് ആണ്. ഇനി നമുക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, അതാ ഡിസ്കസ് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ വോളിയോമെട്രിക് അനാലിസിസ് ആണ്, ടൈട്രേഷൻ ആണ്, സംശയമൊന്നും വേണ്ട. നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും, വോളിയം ആയിരിക്കും. ഫ്രം വോളിയം വി ക്യാൻ കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂട്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, തന്ന സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് എന്ത്, നമ്മുടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. അത് പ്രധാനമായിട്ട് നമ്മൾ 3 ടൈപ്പ് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. അസിഡിമെട്രി, ആൽക്കലിമെട്രി, പെർമാഗ്നോമെട്രി. 2 വീതം എക്സ്പെരിമെന്റുകൾ റെക്കോർഡിൽ ഉണ്ടായിരിക്കണം ഈ ഓരോന്നും. അതാണ് 2 ബ്രാക്കറ്റിൽ കൊടുത്തത്. അപ്പൊ 2 അസിഡിമെട്രി, 2 ആൽക്കലിമെട്രി, 2 പെർമാഗ്നോമെട്രി റെക്കോർഡിൽ ഉണ്ടായിരിക്കണം. റെക്കോർഡിന്റെ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് ഇവിടെ പറയുന്നില്ല, നമ്മളത് വേറെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവിൽ വരുന്ന ആ ഒരു റിയാക്ഷൻസ്. ഇതിൽ എക്സാമിന് ഉണ്ടാവുക മോസ്റ്റ് പ്രോബബിലി, ഞാൻ പറയുന്നത് മോസ്റ്റ് പ്രോബബിലി അസിഡിമെട്രി ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസിലും എക്സാമിന് ഉണ്ടായിരിക്കുക. എസ്റ്റിമേഷൻ ഓഫ് ബേസ് യൂസിങ് ആസിഡ്, അതാണ് അസിഡിമെട്രി. എസ്റ്റിമേഷൻ ഓഫ് ബേസ് യൂസിങ് സ്റ്റാൻഡേർഡ് ആസിഡ്. അപ്പൊ ആൽക്കലിമെട്രിയോ, എസ്റ്റിമേഷൻ ഓഫ് ആസിഡ് യൂസിങ് സ്റ്റാൻഡേർഡ് ബേസ്. അപ്പൊ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. റെഡി? അപ്പൊ ഇതാണ് നമ്മളെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഇനി ക്വാളിറ്റേറ്റീവിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുണ്ടാവുക സോൾട്ട് അനാലിസിസ് ആണ്. 8 സാൾട്ടിന്റെ അനാലിസിസിന്റെ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ എവിടെ ഉണ്ടാവണം, റെക്കോർഡിൽ ഉണ്ടാവണം. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി അതേപോലെ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ചെയ്യാനില്ല, എഴുതിയാൽ മതി. അതുകൊണ്ട് ഞാൻ ഇവിടെ തൽക്കാലം ഇവിടെ ക്രോസ് ഇടാം. അത് നമ്മൾ ചെയ്യേണ്ടതില്ല, എഴുതിയാൽ മതി. ഏതൊക്കെയാണ് 5 കോമ്പൗണ്ട്സ്? ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ് കേട്ടോ. കാർബോക്സിലിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡ്സിന്റെ റിയാക്ഷൻസ് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ നമ്മുടെ ഫിനോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മുടെ അമീന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ നമുക്ക് ആൽഡിഹൈഡും അതേപോലെ കീറ്റോൺസും, ആൽഡിഹൈഡ് ദെൻ ഫൈനലി കീറ്റോൺസ്. ഇത്രയും ആളുകളുടെ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡിൽ എഴുതണം. ഓക്കെ, സോൾട്ട് അനാലിസിസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. സോൾട്ടിനെ കുറിച്ച് മക്കൾ ഒരു പേടിയും പേടിക്കേണ്ട,
ഞാനില്ലേ കൂടെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് വളരെ തന്ത്രപൂർവ്വം ചില കൃത്യമായിട്ടുള്ള ട്രിക്കുകൾ ഉപയോഗിച്ച്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉഡായിപ്പുകളിലൂടെ, കുതന്ത്രങ്ങളിലൂടെ നമ്മൾ സോൾട്ടിനെ പുഷ്പം പോലെ കണ്ടുപിടിക്കും. അതിനുള്ള ടെക്നിക്ക് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. അത് നിങ്ങൾ ഒരു സംശയം വേണ്ട. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, സാൾട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. സോ ഇതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. സോ ക്വാളിറ്റേറ്റീവ്. അപ്പൊ അതിൽ 2 വിധം ചെയ്യാനുള്ളൂ, ടൈട്രേഷനും സോൾട്ടും. ഓർഗാനിക് ചെയ്യാനില്ല. സംശയം മാറിയല്ലോ? റെഡിയാണ്. ഇനി നമ്മൾ പറയുന്നത് മാർക്കിംഗ് സ്കീമാണ്. എക്സാമിന് 40 ആണല്ലോ ടോട്ടൽ മാർക്ക്. ആ 40 ടോട്ടൽ മാർക്ക് എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്? ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയുന്നത്, പ്രാക്ടിക്കൽ റെക്കോർഡ്. നിങ്ങൾ ഇപ്പം റഫ് റെക്കോർഡ് സൈൻ കിട്ടാനൊക്കെ കൈയും കാലും പിടിക്കുന്നല്ലോ ടീച്ചേഴ്സിന്റെ. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് നിങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങളത് വളരെ പങ്ക്ച്വൽ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ പ്രശ്നം, കൈയും കാലും ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. അവർ സൈൻ തരും. അവർ സൈൻ ഇങ്ങനെ വെറുതെ പിടിച്ചു വെക്കുന്ന ഒരു ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് ചെയ്യാന്നുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവും പല ആളുകളും. സോ അതിനാണ് പ്രാക്ടിക്കൽ റെക്കോർഡ് നമുക്ക് 4 മാർക്ക് കിട്ടും. സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ അതിൽ ഉണ്ടെങ്കിൽ. ഞാൻ ചുരുക്കം എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ആ ഒരു അപ്പാരറ്റസുകളെ കുറിച്ച് എഴുതണം. ദെൻ ഫിസിക്കൽ കെമിസ്ട്രി എക്സ്പെരിമെന്റിനെ കുറിച്ച് എഴുതണം. അതിനുശേഷം ടൈട്രേഷൻ, അസിഡിമീറ്റർ 2, ആൽക്കലിമീറ്റർ 2, പെർമാഗ്നോമീറ്റർ 2. ഓക്കെ. അതിനുശേഷം ഓർഗാനിക് അനാലിസിസ്, റിയാക്ഷൻസ് 5 കൊടുക്കുക. ദെൻ ആഫ്റ്റർ 8 സാൾട്ടിന്റെ അനാലിസിസ്. അതിന് തൊട്ട് മുന്നേ ആയിട്ട് റിയാക്ഷൻസ് ഓഫ് ആനിയോൺസും റിയാക്ഷൻസ് ഓഫ് കാറ്റിയോൺസും. ഇത്രയും ഉണ്ടെങ്കിൽ 4 മാർക്ക് പുഷ്പം പോലെ കിട്ടും. കുറച്ച് പണിയുണ്ട്, എഴുതണം. എഴുതിപ്പിക്കണ്ട, എഴുതിയാൽ മതി കേട്ടോ. റെഡി. ദെൻ വൈവ വോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പബ്ലിക് എക്സാമിന്റെ സമയത്ത് വരുന്ന ടീച്ചർ പുറത്തൊരു സ്കൂളിലെ ടീച്ചർ ആയിരിക്കും. ടീച്ചർ നിങ്ങളടുത്ത് ലാബുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ സാൾട്ട് കിട്ടിയാലും അതേപോലെ ടൈട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലൊക്കെ പോയി റിപ്പോർട്ട് ചെയ്യില്ല. ആ സമയത്ത് അതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കിട്ടും. ഓക്കെ. അപ്പൊ 4, 2, 6 മാർക്കായി. പിന്നെ ടൈട്രേഷൻ ആണ് നമുക്ക് ആദ്യം ചെയ്യാനുണ്ടാവുക. ടൈട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം പ്രിൻസിപ്പളും പ്രൊസീജിയറും എഴുതിപ്പിക്കും. പ്രിൻസിപ്പൾ ആ ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ്. പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്. അതൊന്ന് ജസ്റ്റ് ഷോർട്ടാക്കി എഴുതുക. അതിന് 3 മാർക്ക്. അത് എഴുതിന് ശേഷം ആ എക്സ്പെരിമെന്റ് ടൈട്രേഷൻ നമ്മൾ ചെയ്യും. ടൈട്രേഷൻ നമ്മൾ വോളിയം കണ്ടുപിടിച്ചിട്ട് ആ വോളിയത്തിന്റെ കാൽക്കുലേഷൻ ചെയ്ത് ടീച്ചറെ കാണിച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു മാർക്ക് കിട്ടും. എത്ര മാർക്കാ? 15 മാർക്ക്. അപ്പൊ വോളിയം കണ്ടുപിടിക്കുക, കാൽക്കുലേഷൻ ചെയ്യുക. ആ കാൽക്കുലേഷൻ എങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. ദെൻ അതേപോലെ അവസാനമായിട്ട് സോൾട്ട് അനാലിസിസ്. സോൾട്ട് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സാൾട്ട് വരും, ആ സാൾട്ടിലെ ആനിയോൺസും കാറ്റിയോൺസും കണ്ടുപിടിക്കുക. സോ അതിന് എത്ര മാർക്കാ? 16 മാർക്ക്. മൊത്തം കൂട്ടിയാൽ 40 മാർക്ക്. സോ ഈ 40 മാർക്കിൽ 1 മാർക്ക് പോലും പോവില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറയുന്ന രൂപത്തിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 40ൽ 40 ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ അവിടെ ഗ്യാരണ്ടി ചെയ്യാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിരിക്കണം. നിങ്ങളെ റെക്കോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂൾ ടീച്ചർ പറഞ്ഞ പോലെ ഓക്കെ ആക്കുക. പിന്നെ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ ഞാൻ ഇവിടെ പറയുന്ന കുറെ ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകൾ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുതന്ത്രങ്ങൾ, അതേപോലെ ഉഡായിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാം. അപ്പം ഒരു പേടി മക്കൾ പേടിക്കേണ്ട. സോൾട്ട് ആയിക്കോട്ടെ, വോളിമെട്രി ആയിക്കോട്ടെ, വൈവന്റെ കാര്യങ്ങളായിക്കോട്ടെ, എഴുതേണ്ട രൂപങ്ങളായിക്കോട്ടെ, കൂടെ നമ്മളുണ്ട്, എജുപോർട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. മാക്സിമം നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുത്തോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ആ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ചോദിക്കാം. എന്റെ ID കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞ് വിചാരിക്കുകയാണ് ജസീൽ ബിൻ ഹംസ എന്നൊക്കെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ രൂപത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ കോൺടാക്ട് ചെയ്തോ. ഞാൻ ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഫ്രീ ടു ആസ്ക് ആണ്. ഞാൻ പറയുന്നു, ലാബ് നമ്മൾ ഫുൾ മാർക്ക് അഴിച്ചിരിക്കണം. നിങ്ങളെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. സോ ആ ഒരു സീരിയസ്നസോട് കൂടി കാര്യങ്ങൾ കാണുക. മാക്സിമം എല്ലാവർക്കും എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. സോ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യുദ്ധഭൂമിയിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു. ഇറ്റ്സ് മീ ജസീൽ സാർ സൈനിങ് ഓഫ്.